അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. രാവിലെ കടിഞ്ചായ ഉണ്ടാക്കി. ഇത് പയർ ശകലം കറി ഉണ്ടാക്കാൻ വെച്ചേക്കണു. ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, തിളപ്പിച്ച് വാർത്തു. പിന്നെ കുറച്ച് ചീര പറിച്ചുകൊണ്ട് വന്നു. ഇതുണ്ട് പൊന്നാങ്കണ്ണി ചീര, നമുക്കുള്ളതാണ്. പൊന്നാങ്കണ്ണി ചീര പറിച്ച് കടലാസിൽ പൊയിഞ്ഞാൽ കൂട്ടിൽ വെള്ളം തളിച്ച് വെച്ചേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, മാള് വരുമ്പോൾ കൊടുത്തു വിടാമല്ലോ എന്ന് ഓർത്തു. ഈ കവറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഇങ്ങനെ തളിക്കണം. കാണിച്ചു തരാം. വെള്ളം തളിച്ചിട്ട് ഇതിങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുവാണെങ്കിൽ അവൾക്ക് വരുമ്പോൾ കൊണ്ടാണ് പറിച്ച് വയ്ക്കാമെന്ന് ഓർത്താം. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ഉണ്ടല്ലോ, നമ്മൾ അപ്പത്തിനകത്ത് ഇടാൻ വേണ്ടി അരച്ചതാണ്. അത് ഫ്രിഡ്ജിൽ വെച്ച പോലെ വെള്ളമൊന്നും ചേർക്കാണ്ട് അരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടിഞ്ഞ പോലെ കിട്ടും. ഇനി നമുക്ക് അപ്പത്തിനകത്ത് ചേർക്കണം. കാണിച്ചു തരാം. അപ്പത്തിന് പയറുകറി ഉണ്ടാക്കാനാണ്. ആരാ അവിടെ നിന്ന് മൂളണേ? ജാനിക്കുട്ടി അപ്പോൾ അതൊക്കെ വന്നിരുന്നു ഒച്ച ഏൽപ്പിക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങോട്ട് വന്നാൽ പോരാ, അവൾക്ക് പുറത്തിറങ്ങിപ്പോനാണ്. ആ ചെളിക്കടയൊക്കെ നടന്ന് രാവിലെ 2 പ്രാവശ്യം ഞാൻ തുടച്ചു. ഉപ്പ് രാവിലെ ചേർക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ 2 പേരില്ലേ ഉള്ളത്, ഇച്ചിരി മാവ് മതി. കൂടിപ്പോയി ഒരാൾ 2 അപ്പം തിന്നും, അതുക്കുള്ളു തിന്നത്തില്ല. ഇനി ഇത് കുറച്ച് സമയം ഇരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇച്ചിരി കടിഞ്ചായ കുടിച്ചേക്കാം. ഇന്ന് കറി എന്തെങ്കിലും വയ്ക്കണം. കടിഞ്ചായ, അപ്പവും പയറുകറി. പയറ് വെള്ളത്തിൽ ഇടാണ്ട് കുക്കറിലിട്ട് 3-4 വിസിലടിച്ച്, നല്ല പയറാട്ടോ, വേവിച്ച് വെച്ചിട്ടുണ്ട്. കടുക്, ഒരു 1.5 ചെറിയ സവോളയുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഇങ്ങനത്തെ സവോളയ്ക്ക് നല്ല നീര് കൂടുതലാണ്. ഈ പ്രാവശ്യം കിട്ടിയ സവോള നല്ല സവോള. വിഷമാണെന്നറിയില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, പയറിന് ആവശ്യമുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ചേർക്കണം. ഒരു കരിവേപ്പില എടുത്തുകൊണ്ട് വരാം കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കരിവേപ്പില ഇട്ടു കേട്ടോ. പയറ് കറി ഇനി നല്ല പോലെ തിളച്ച്, മുളക് തിളച്ച് നല്ല കുറുകണം. വെന്തില്ല നോക്കട്ടെ. പയർ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി പയർ നല്ല ടേസ്റ്റുള്ള പയറാണ്. ഇത് സപ്ലൈക്കോയിൽ നിന്ന് മേടിക്കണം. അല്ലെങ്കിൽ സപ്ലൈക്കോയിൽ നിന്ന് മേടിക്കണ പയറിന് ഒരു രുചിയില്ല, ചുമ്മാ തിന്നാന്ന് മാത്രമേ ഉള്ളൂ.
ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് ഈ സപ്ലൈകോയിൽ നിന്ന് കിട്ടുന്നത്. വിലക്കുറവുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ പോയി മേടിക്കും. ഒരു കാര്യമില്ല കേട്ടോ. വിലക്കുറവെന്ന് പറഞ്ഞാൽ എവിടെ വിലക്കുറവ്? ഉള്ളില്ലാത്ത സാധനം മേടിച്ച് വിലക്കുറഞ്ഞത് എന്ത് കാര്യമുണ്ടോ? നമുക്ക് അപ്പം ചൂടാനുള്ള ദോശക്കെല്ലാം അടുപ്പത്ത് വയ്ക്കാം. ഇതുണ്ടോ, ചൂടാവണമെങ്കിൽ ഒരു 10 മിനിറ്റ് വേണം. അപ്പം നല്ല സൂപ്പർ അപ്പം ചൂടുമ്പോൾ നന്നായിട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഒരു സുഖമില്ല. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നന്നായൊന്നും വരുമൊന്നുമില്ല കേട്ടോ. അപ്പത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാം, വിരുന്നുകാരെയും വീട്ടിൽ വരുമ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ നോക്കിയാൽ ശരിയാവത്തേയില്ല. കുഞ്ഞപ്പം ഒരു രസം, കുഞ്ഞപ്പങ്ങൾ ഉണ്ടാക്കിയാലോ ഒന്ന്. പയറുകറി അപ്പം കഴിക്കുക. പയറുകറി കൊള്ളാവോ? ഈ പയറുണ്ടല്ലോ, സപ്ലൈകോയിൽ നിന്ന് പയർ മേടിക്കുന്നത്, ഈ സൂപ്പിൽ നിന്ന് മേടിക്കുന്ന പയർ എന്നാ നല്ലതെന്നറിയാം. രുചിയുണ്ട്, വേഗം ചെയ്ത് മറ്റേ വേഗവും ഇല്ല, കറുത്ത ഒരു കളറും. രാവിലെ ആയാലും അവൾ മെനമണി തുടങ്ങിയത് അപ്പുറത്തെ മുറിയിലിട്ടിരുന്ന ഒരു ചവിട്ടിയാണേ, അത് ചുമന്നുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചു, കടിച്ചു വലിച്ചു. രാവിലത്തെ പണിയാണ് ഇപ്പോൾ. എന്നാടി ഇത് ജാനു കൊട്ടിത്തടി മുറിയിൽ കണ്ടോ? ഇപ്പം അടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ കടിക്കാൻ വരും. ഞാൻ ഒന്നും പറഞ്ഞതല്ല. കടിക്കല്ലേ അങ്ങനെ തന്നെ വേണം നിനക്ക് കടിക്കണം. അവൾ ഈ കാട്ടിക്കട നടന്നാൻ തോന്നുന്നു ഈ ചോർച്ചിൽ. ഈ ചെള്ളിനൊക്കെ ഉള്ള മരുന്നൊക്കെ അവക്കടെ മരത്ത് ഞാൻ തേച്ചാ, എന്നിട്ട് ചെള്ളിനൊന്നും കാണാനില്ല. നാളെ കഴിഞ്ഞ 2-4 ദിവസം മുമ്പ് ഈരി കഴിഞ്ഞപ്പം ഒരു ചെള്ളിനെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മരുന്നൊക്കെ തേച്ചു, എന്നിട്ടും ചൊറിയുന്നുണ്ട്. എന്നാന്നറിയാം. ഇതാണ് ഇവിടുത്തെ പല്ലവി. കൊട്ടിട്ടടി ജാനു അതിനകത്ത് പൊടി മുഴുവൻ വായിപ്പോവും. ഒരു മണി പോലത്തെ സാധനം ഉള്ളത് കൊണ്ട് കിലുങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അനക്കം കാണില്ലല്ലോ. ഞാണു എന്നാ